ഹായ് ഹലോ, ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയാണ് ഈ ഒരു വിവാഹം, അപർണയുടെയും അജയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട് ആദ്യം ചുക്കാൻ പിടിച്ചത്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് മുടക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം എല്ലാ കാര്യങ്ങളും നടന്ന് അവസാനം അജയുടെ നിശ്ചയത്തിനുള്ള ചടങ്ങ് കുറിച്ചിരിക്കുകയാണ്. ഇന്നാണ് അജയുടെ നിശ്ചയത്തിനുള്ള ചടങ്ങ്, ആ ഒരു മുഹൂർത്തം പോറ്റ് കുറിച്ച് തന്നത്. 7 ദിവസത്തിനകത്ത് വെച്ച് അജയുടെയും അപർണയുടെയും വിവാഹവും നടക്കും. ഇതിന്റെ അകത്ത് വെച്ച് എങ്ങനെ ഇനി സത്യങ്ങൾ എല്ലാവരോടും പറയും, ഇനി എങ്ങനെ അജയ്ക്ക് നിരഞ്ജനെ സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള ഒരു സങ്കടത്തിലാണ് ജാനകിയും അജയ് എല്ലാവരും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിരഞ്ജനെ ആ ഒരു നിശ്ചയത്തിന് പോകുന്ന സമയത്താണ് ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നിരഞ്ജനെ എങ്ങനെയെങ്കിലും കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ നിരഞ്ജനെ അന്വേഷിച്ച് പോയ സമയത്താണ് നിരഞ്ജന അവിടെ ഇല്ല എന്നും തന്റെ അച്ഛൻ നിരഞ്ജനെ സ്റ്റേറ്റ്സിലോട്ട് വിടാനായിട്ട് എയർപോർട്ടിൽ പോയതാണെന്നുള്ള സത്യം അജയ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അജയ് നേരെ പോകുന്ന സമയത്ത് നിരഞ്ജനയുടെ കാർ കണ്ടു. നിരഞ്ജനയുടെ കാറിന്റെ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അജയ് ഒരിക്കലും തന്നിൽ എത്താൻ പാടില്ല, അജയും താനും കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന കാറ് നല്ല സ്പീഡിലെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിരഞ്ജനയുടെ അച്ഛൻ പറയുവാണ്, മോളെ പതുക്കെ പോ, ആക്സിഡന്റ് ഉണ്ടാവുന്ന സ്ഥലമാണ്, നീ പതുക്കെ പോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിരഞ്ജന അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. നല്ല സ്പീഡിലെ കാറ് ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിന്റെ പിറകെ വന്ന അജയുടെ കാർ വഴിക്ക് വെച്ച് കേടാകുകയും അങ്ങനെ കാർ അവിടെ നിർത്തിയതിനു ശേഷം അജയ് ഓടുന്ന വഴിക്ക് വീണും എണീറ്റൊക്കെയാണ് അജയ് ഓടുന്നത്. അങ്ങനെ ഓടി കുറച്ച് പകുതി എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി എയർപോർട്ടിലോട്ട് പോകുന്ന തിടുക്കത്തിലാണ് അജയ്. ഇതിന്റെ ഇടയിൽ തന്നെ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചു പറഞ്ഞു, തന്റെ കാറ് നന്നാക്കി കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവർ പോകുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ ജാനകി ആ ഒരു നിശ്ചയത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവർ വരും, അജയ് ഉടനെ തന്നെ വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ജാനകിയോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അജയ് എവിടെ എന്നൊക്കെ. പക്ഷെ അജയ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന് തന്നെ ജാനകി എല്ലാവരോടും ഓരോ കാര്യങ്ങൾ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് തടിതെപ്പുവാണ്. അങ്ങനെ അജയ് നിരഞ്ജനെ തേടി എയർപോർട്ടിലോട്ട് പോവുകയും പക്ഷേ അജയുടെ മുന്നിൽ ഒരിക്കലും ചെന്നപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡ് കാർ ഓടിച്ചു പോയ നിരഞ്ജന വഴിക്ക് വെച്ചിട്ട് കാറിന്റെ ബാലൻസ് തെറ്റുകയും അങ്ങനെ നേരെ പോയി ഒരു ചെമറിൽ പോയി ഇടിച്ച് കാറ് അപകടത്തിൽ പെടുകയാണ്. അങ്ങനെ നിരഞ്ജനയുടെ തല പൊട്ടി ഭയങ്കരമായിട്ട് ചോരയൊക്കെ ഒലിച്ച് ബാക്കി നിരഞ്ജനയുടെ അച്ഛനും ഡ്രൈവർക്കും ചെറിയൊരു പരിക്കുകൾ മാത്രമേ ഉള്ളൂ. നിരഞ്ജനയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. അങ്ങനെ നേരെ അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ട് നിരഞ്ജനെ ഐസിയുയിൽ കയറ്റിയ സമയത്ത് ഇതിനു മുന്നേ തന്നെ ആ ഒരു കാർ ആക്സിഡന്റ് ആയി എല്ലാവരും ഓടിക്കൂടിയ സമയത്ത് അജയ് ആ ഒരു ഓട്ടോയില് ആ ഒരു കാറിന്റെ ഫ്രണ്ടാണ് പോയത്. പക്ഷെ അജയ് കണ്ടില്ല, കാറും കണ്ടില്ല, ആക്സിഡന്റ് ആയത് നിരഞ്ജനയ്ക്കാണെന്നും ശ്രദ്ധിച്ചില്ല. പകുതിക്ക് എത്തിയപ്പോൾ തന്നെ ഓട്ടോ ഡ്രൈവർ വണ്ടി നിർത്തിയതിനു ശേഷം ഒരു ആക്സിഡന്റ് ആണെന്ന് പറയുമ്പോഴും നിരഞ്ജന എയർപോർട്ടിൽ എത്തിയെന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഓട്ടോ വിടാൻ നോക്ക്, എനിക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ആ ഒരു വണ്ടി സ്പീഡ് വിടാൻ പറയുവാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഇറങ്ങി വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിരഞ്ജനയ്ക്കാണ് ആക്സിഡന്റ് പറ്റിയെന്നുള്ള സത്യം അജയ് മനസ്സിലാക്കിയേനെ. അതും കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നേരെ നിരഞ്ജനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഐസിയുയിൽ കയറ്റി. അങ്ങനെ പുറത്ത് തന്റെ നിരഞ്ജനയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇരിക്കുന്ന സമയത്താണ് നിരഞ്ജനയുടെ ഫോണിൽ 48 വട്ടം അജയ് വിളിച്ചിരിക്കുന്ന ഒരു മിസ് കോൾ കണ്ടത്. അപ്പോൾ ഇപ്പോഴും അജയ്ക്ക് നിരഞ്ജനെ ഇഷ്ടമാണെന്നുള്ള സത്യം ഉണ്ണിത്താൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. തന്റെ മകൾക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാവാനും കാരണം അജയ് എന്ന് തന്നെയാണ് ഉണ്ണിത്താനും വിശ്വസിക്കുന്നത്. അങ്ങനെ നേരെ അജയ് എയർപോർട്ടിൽ എത്തി. അവിടെ ഫുള്ള് അന്വേഷിച്ചു, പക്ഷെ നിരഞ്ജനെ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നിരഞ്ജന നേരെ പ്ലെയിന് കയറി സ്റ്റേറ്റ്സിൽ പോയി എന്നാണ് അജയ് വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വഴിക്ക് വെച്ച് അവിടെ വന്നിരിക്കുകയും തന്റെ കാറ് നന്നാക്കി ഡ്രൈവർ ആ ഒരു വർക്ക്ഷോപ്പിൽ ആൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ പോലും നിരഞ്ജന പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ലോ എന്ന സങ്കടത്തിലാണ് അജയ് നടു റോഡിൽ ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ജാനകി വിളിക്കുകയും എന്നിട്ട് നീ എവിടെയാ, ഇവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അജയ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിരഞ്ജന സ്റ്റേറ്റ്സിൽ പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം ജാനകിയോട് പറയുകയും നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇനിയിപ്പോൾ അതൊന്നെല്ലാം വെറുതെ വിട്, ഇനിയിപ്പോൾ നിന്റെ ജീവിതം നോക്കി നീ മുന്നോട്ട് പോകും, അവളിനിപ്പോൾ വേണ്ടാന്നും പറഞ്ഞു പോയതല്ലേ, നീ നേരെ ഇങ്ങോട്ട് പോവാ, നിശ്ചയത്തിന് സമയമായി. അങ്ങനെ അജയ് നേരെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് അവിടെ അവിടെ തന്റെ ആ ഒരു മണ്ഡപത്തിലോട്ട് എത്തിച്ചേരുവാണ്. ഈ ഒരു സമയത്ത് അപർണയുടെ അച്ഛൻ തമ്പിയും കുടുംബവും എല്ലാവരും വന്നു.
നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പൊന്നു വന്നിട്ട് അപർണയുടെ അടുത്ത് ചോദിക്കുവാണ്, എൻ്റെ അജിചേറേച്ചിനെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ ജാനകി ചോദിക്കുവാണ്, ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജാനകി എന്ന അപർണ പേരെടുത്ത് പറയുകയും എനിക്ക് ജാനകി എന്ന് വിളിക്കുന്നതിനേക്കാളും ജാനകി ഏട്ടത്തി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അത് ജാനകിക്കല്ലേ ഇഷ്ടം, അത് എൻ്റെ ഇഷ്ടം മറ്റൊന്നാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ചെറുതായിട്ട് കുത്തി സംസാരിക്കുകയാണ് അപർണ ചെയ്തത്. അതും ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തായാലും കുറച്ച് സമയത്തിനകത്ത് വെച്ച് തൻ്റെ നിശ്ചയം കഴിയും, എന്നിട്ട് ഒരു ആഴ്ചക്കകത്ത് വെച്ച് തൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ നേരെ ആ ഒരു വീട്ടിൽ അളകാപുരിയിലേക്ക് പോകും. അവിടെ ചെന്നതിന് ശേഷം ഇവരെയും തകർക്കണം, കുടുംബത്തെ തകർക്കണം എന്നൊരു ലക്ഷ്യത്തിലാണ് അപർണ. ഇനി എന്തൊക്കെ സംഭവിക്കാം? നിരഞ്ജനയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച കാര്യം അജയ് മനസ്സിലാക്കുമോ? അജയും അപർണയും തമ്മിലുള്ള വിവാഹം നടക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ടാറ്റാ ബൈ.